ഇനി ചുരം കയറി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ എന്താണ് സാഹചര്യമെന്ന് നോക്കേണ്ടതുണ്ട്. അനൂപാണ് ചേരുന്നത്. അനൂപ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വയനാട്ടിലെ സ്ഥിതി? റെഡ് അലർട്ട് ആണല്ലോ. മനു, ഈ വലിയ വരാനിരിക്കുന്ന ഒരു വലിയ മഴയുടെ ഒരു സൂചനകളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. അത് നമുക്ക് ഇന്നലെ തന്നെ വയനാട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതാണ്. അത് റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. ശക്തമായ മഴയുടെ സാഹചര്യമുണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ആ വിധത്തിൽ ഒരു തീരുമാനം എടുത്തത്. ഏതായാലും ആ വിധത്തിൽ ഒരു മഴ ഏതായാലും വയനാട്ടിൽ പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി വിവിധയിടങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലവിൽപ്പുഴ മേഖലയിലെല്ലാം 19 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ ഇന്ന് രാത്രി ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. എന്നാൽ രാവിലെ മഴ മാറി നിൽക്കുന്നു. എന്നാൽ മലയോര മേഖലകളിലെ സാഹചര്യം എന്താണ്? മേഖലകളിൽ കാരണം അതിതീവ്ര മഴയെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം മുന്നറിയിപ്പിൽ പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ അളവിൽ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ്. നമുക്കറിയാം വയനാട്ടിൽ അനുഭവിച്ച വലിയ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ മലയോര മേഖലകളിലൊക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ ചുരത്തിലെ സ്ഥിതി എന്താണ് വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട്? മനു, നിലവിൽ ആ വിധത്തിൽ ഒരു ശക്തമായിട്ടുള്ളൊരു നിയന്ത്രണങ്ങളോ മറ്റോ ഇല്ല. എന്നാൽ മുൻകരുതലുകൾ മനു സൂചിപ്പിച്ചതുപോലെ ഒരു ശക്തമായ ഒരു മുൻകരുതലുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. അതായത് മനു സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് പെയ്യുന്ന അതിതീവ്ര മഴയാണ് വയനാട്ടിൽ പല ദുരന്തങ്ങൾക്കും ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ആദ്യം മുതൽ തന്നെ രേഖപ്പെടുത്തുന്ന മഴയുടെ കണക്ക് തോത് പരിശോധിച്ച് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള മറ്റും സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ പ്രവർത്തിക്കാൻ കൂടി വേണ്ടിയാണ് ഈ സ്കൂളുകൾക്കും മറ്റും അവധി ആ മേഖലകളിൽ നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല സ്ഥലങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ അട്ടമല തുടങ്ങിയ മേഖലകളിലെല്ലാം ശക്തമായ മഴ പെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ജാഗ്രത പുലർത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോട് ജില്ലാ ഭരണകൂടം ആ വിധത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പൊതുവിൽ ഒരു ശക്തമായ മഴയുടെ സാഹചര്യം ഇല്ലെങ്കിലും റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് മനു വയനാട്ടിൽ മുൻകരുതലുകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഗതാഗതത്തിന് വേറെ നിയന്ത്രണങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? കാരണം ചുരത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ആ വിധത്തിലുള്ള ഒരു ഓക്കെ, ശരി. നിയന്ത്രണമോ മറ്റോ ഇല്ല, നിലവിലില്ല. ആവശ്യമെങ്കിൽ മലയോര മേഖലകളിൽ പൊതുവിൽ വരുത്തുന്ന ചില നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാത്രി കാലങ്ങളിൽ മാത്രം ആ വിധത്തിലുള്ള ഗതാഗത നിയന്ത്രണമോ അല്ലെങ്കിൽ അത് ക്രമീകരിക്കലോ മറ്റോ ഉണ്ടാകും. ഏതായാലും ആ വിധത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ശരി, ഓക്കെ, താങ്ക് യു. അനൂപാണ് നമ്മളോട് സംസാരിച്ചത്.